ഈ വിവാദത്തിനൊടുവിൽ ഇപ്പോൾ ഇതിൻ്റെ ആരോപണ വിധേയരും ആരോപണം ഉന്നയിച്ചവരുമൊക്കെ അതാത് സ്ഥാനങ്ങളിൽ തന്നെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഈ സുജിത് ദാസിന് എതിരെ നടപടിയില്ല, ഈ ADGPക്കെതിരെ നടപടിയില്ല, അന്വേഷണം മാത്രമേ ഉള്ളൂ, അദ്ദേഹം അതേ സ്ഥാനത്ത് തുടരുകയാണ്. പി ശശിക്കെതിരെയും മറ്റ് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഈ വിവാദത്തിൽ PV അൻവർ MLA ആരോപണം ഉന്നയിച്ചവർക്ക് അവരെവിടെയാണോ നിൽക്കുന്നത് അതേ സ്ഥാനത്ത് തന്നെ അവരെ നിർത്തിക്കൊണ്ടുള്ള ഒരു പാച്ചപ്പാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ഈ RSS ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇടനിലക്കാരനായി ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നത് എന്ത് വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ്? ഇന്ന് അതായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ സംശയത്തിന് കൂടുതൽ അന്വേഷണത്തിൻ്റെയോ പാഴൂർ പഠിപ്പ് വരെ പോകേണ്ടതിൻ്റെയോ ഒന്നും കാര്യമില്ല. ഇതിന് ലളിത യുക്തി മതി. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ കൊള്ളക്കാരനായ, കൊലപാതകിയായ, കൈക്കൂലിക്കാരനായ ദാവൂദ് ഇബ്രാഹിമിനെ ആരാധകനായി കാണുന്ന എന്നൊക്കെ ആരോപിക്കപ്പെട്ട ഭരണപക്ഷ MLA ആരോപിക്കപ്പെട്ട അജിത് കുമാർ അവിടെ നിൽക്കുന്നു. സുജിത് ദാസിൻ്റെ നീണ്ട സുഭാഷിതങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ്. അദ്ദേഹം എവിടെയാണോ നിൽക്കുന്നത് യാതൊരു തരത്തിലുള്ള അച്ചടക്ക നടപടിയും ഇല്ലാതെ അങ്ങനെ തന്നെ തുടരുന്നു. ഇത്തരത്തിലൊക്കെ തുടരുന്നു അവരൊക്കെ, യാതൊരു പ്രശ്നങ്ങളുമില്ല. പി ശശിക്ക് പ്രശ്നമില്ല. എന്നാലോ ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ച അൻവർ, അത് CPMൻ്റെ ചരിത്രത്തിൽ നെടുനീള കാലത്തെ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കെതിരെ CPMകാരനായ പിന്നെ ഒരു MLA CPM ഭരണത്തിലിരിക്കുമ്പോൾ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയും നടപടിയില്ല, ആർക്കെതിരെയും നടപടിയില്ലാത്ത വണ്ണം ഇതിങ്ങനെ പുരോഗമിക്കുമ്പോൾ വളരെ തീർച്ചയായിട്ടും വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ വളരെ കൃത്യമായിട്ട് പലതും ചീഞ്ഞു നാറുന്നുണ്ട്. പിണറായി വിജയൻ്റെ കൈകളിൽ ഇതുപോലെയുള്ള ഒരുപാട് അവിഹിത ധാരണകളുടെ കൊടുക്കൽ വാങ്ങലുകളുടെ പാപക്കറകൾ പുരണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അൻവറിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല, അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല, സുജിത് ദാസിനെതിരെ തൊടാനും കഴിയില്ല. അദ്ദേഹം ഇങ്ങനെ നിശ്ചലനായിട്ട് നോമാൻസ് ലാൻഡിൽ തന്നെ മന്ദബുദ്ധിയെപ്പോലെ പെരുമാറി നാളെയും മുന്നോട്ട് നീങ്ങും. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നുള്ളത് പറഞ്ഞത്. ഇവിടെ ഇതൊക്കെ RSSുമായിട്ടുള്ള CPMൻ്റെ ബന്ധം കുറേ കാലമായിട്ട് വ്യക്തമാണ്. കാരണം ഒരു UDF നിരന്തരമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്നതാണ് BJPക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ മുന്നിലേക്ക് വരാനുള്ള ഏക മാർഗം. പിണറായി വിജയനെ ആയുസ്സുള്ള കാലത്തോളം മുഖ്യമന്ത്രിയായിട്ടും തുടരാം. ഈ രണ്ട് ഡീലിങ്ങുകളും ഒരുമിക്കുന്ന പോയിന്റിലാണ് ഇവരുടെ ധാരണ. 2016 തന്നെ ഗോപാലൻകുട്ടി മാഷും വത്സൻ തില്ലങ്കേരിയും പിണറായിയും കോടിയേരിയൊക്കെ ഒരുമിച്ചിരുന്ന് പ്രവർത്തകരുടെ വോട്ട് പരസ്പരം കൂടിക്കലരണമെങ്കിൽ അവരുടെ പക തീർക്കണം, അതുകൊണ്ട് നമുക്കിനി അക്രമം വേണ്ട, കൊലപാതകം വേണ്ട എന്ന് തീരുമാനിച്ചാണ്. അതിനുശേഷം 5-8 കൊല്ലമായല്ലോ, ഒരു കൊലയും ഇവർ തമ്മിൽ. പ്രതിപക്ഷ നേതാവ് ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വേണമല്ലോ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി കൂടിക്കാഴ്ച നടത്താൻ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി വിട്ടു. എന്താണ് കാരണം? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഒത്തുതീർപ്പായിരുന്നു ഇതിനകത്തെ ഈ സംഭാഷണത്തിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് അറിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിനെ തുടർന്നാണ് ഈ കൂടുതൽ, അതായത് ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി BJPക്ക് അനുകൂലമായി ജനവിധിയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ബോധപൂർവം ഇടപെട്ടത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇത് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ADGP എന്തുകൊണ്ട് അനങ്ങാതിരുന്നു എന്ന യുക്തിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരം ആരോപണങ്ങളെ ശരിവെക്കുന്ന മറ്റെന്തെങ്കിലും വിവരം പ്രതിപക്ഷത്തിനുണ്ടോ? മറ്റെന്തെങ്കിലും തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ പ്രതിപക്ഷത്തിനുണ്ടോ? അല്ല ഗോപികൃഷ്ണ, ഇതിനേക്കാളും വളരെ ലളിതമായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇത് ശരിയല്ല എന്ന് വല്ല തെളിവും ഭരണപക്ഷത്തിൻ്റെ കൈവശമുണ്ടോ? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു IPSകാരൻ ദൂതുപോയി ഹയാത്ത് ഹോട്ടലിൽ നിന്ന് മറ്റൊരു കാറിൽ ഇറങ്ങിപ്പോയി 1 മണിക്കൂറോളം നീണ്ടുന്ന കൂടിക്കാഴ്ച, അതിൻ്റെ സ്ഥലം, സമയം, ഇതൊക്കെ പറഞ്ഞു. ഇനി ഇതിൻ്റെ അപ്പുറത്ത് തെളിയിക്കാൻ അതിൻ്റെ വീഡിയോ വിഷ്വൽസൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവരുടെ സംഭാഷണ ശകലങ്ങൾ എന്താണ് എന്നുള്ളത് ഒപ്പിയെടുത്തൊക്കെ പുറത്ത് വിട്ടാലേ നിങ്ങളൊക്കെ വിശ്വസിക്കൂ. എങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അതൊക്കെ വരുമോ എന്നുള്ളത്. ഇതൊന്നും അല്ല എന്ന് പറയാൻ ഈ ADGPയുടെ ട്രാവൽ പിന്നെ ബുക്കും അതിൻ്റെ യാത്രാരേഖകളും CCTVയും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് നിഷേധിക്കാൻ ഏതായാലും സുരേന്ദ്രനാണല്ലോ വന്നത്, അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നില്ലല്ലോ. ഞാൻ ഒരു കാര്യത്തിൽ ADGP അജിത് കുമാറിനോടും CPMനോടും BJPയോടും നന്ദി പറയുന്നു. അവരിങ്ങനെ ഒരു ഷോ കാണിച്ചേ പൂരം
മധുരം കലക്കിയുള്ളൂ. അവരവിടെ ഒരു ബോംബൊക്കെ പൊട്ടിച്ച് മനുഷ്യജീവനെ ഹാനി വരുത്തുന്ന രീതിയിലൊന്നും പെരുമാറിയില്ലല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ ചിലപ്പോൾ BJPക്ക് ഒന്നിലധികം സീറ്റ് കിട്ടിയേനെ. അത്തരത്തിലുള്ള സാഹസത്തിനൊന്നും ഇവർ പോകാത്തതിൽ കേരളം ഇവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് മുമ്പ് ഞാൻ ഈ സംസാരിക്കുന്ന മലപ്പുറം ജില്ലയിൽ പണ്ട് ശോഭയാത്രയിൽ പൊട്ടിക്കാൻ വെച്ച ബോംബ് കയ്യോടെ പിടികൂടിയിട്ട് അന്നത്തെ ഉമ്മൻകോശി എന്ന SP പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്ന്. അപ്പോൾ സ്വന്തം മതം വിശ്വാസം ഇതൊക്കെയാണ് എന്ന് ഗീർവാണമടിക്കുന്ന ആ വിശ്വാസികളുടെ ആരാധനാക്രമങ്ങൾക്കിടയിൽ ഏത് നീചകർമ്മവും ചെയ്തിട്ടാണെങ്കിലും തങ്ങൾക്ക് രാഷ്ട്രീയ മേധാവിത്വം ഊട്ടിയുറപ്പിക്കണമെന്ന് കരുതുന്ന ആളുകളൊക്കെയാണ് സംഘപരിവാറുകാരെന്ന് മുൻ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. അത് തൃശ്ശൂരിൽ സംഭവിക്കാത്തതിൽ വലിയ നന്ദിയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, വലിയ നന്ദിയുണ്ട് അജിത് കുമാർ. നിങ്ങളെല്ലാവരും ചേർന്ന് കേരളത്തെ ഇങ്ങനെ കുട്ടിച്ചോറാക്കി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി, വർഷങ്ങളായി. ഇതിനൊക്കെ ഒരു അറുതി വരാൻ സമയമായി. അൻവർ എന്ന നിങ്ങളുടെ MLA തന്നെ ഇതൊക്കെ പരസ്യമായി വിളമ്പിയിട്ടുണ്ട്. ഏതായാലും പൂരമലങ്കോലമാക്കി BJPക്ക് ജയിക്കാനുള്ള ഇടവരുത്തിയെന്ന് അൻവറാണല്ലോ അജിത് കുമാറിനെ പറ്റി ആദ്യം പറഞ്ഞത്. അതിനെതിരെ എന്തെങ്കിലും ഒരു നിലപാടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പിണറായി വിജയനോ ഗോവിന്ദനോ ഏതെങ്കിലും ഒരു CPM-ന്റെ നേതാവ് പരസ്യമായിട്ട് വന്ന് അൻവറിനെ നിഷേധിക്കട്ടെ, അൻവറിനെ തള്ളിപ്പറയട്ടെ. അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ അൻവറിനെതിരെ ഒരു നടപടി എടുക്കാനുള്ള ആർജവം കാട്ടട്ടെ.